ഹലോ ഗൈസ്, എല്ലാവർക്കും സുപ്രഭാതം. ഞാൻ ഇന്ന് ഒരു ഇവൻ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കാലത്ത് തന്നെയായിരുന്നു നല്ലൊരു സൂര്യോദയമൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്ന് ദുബായ് കാണാൻ വേണ്ടിയിട്ട്. അമ്പരച്ചുംബികളായ നമ്മുടെ ബിൽഡിങ്ങൊക്കെ നല്ല സൂര്യവെളിച്ചം തട്ടി മിന്നി തിളങ്ങി നിൽക്കുകയാണ്. അതും കണ്ട് പിന്നെ ഞങ്ങൾ യാത്രയായി. കണ്ടോ എന്ത് നല്ല ഭംഗിയാണ്. ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ സൂര്യവെളിച്ചം ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ. സൂര്യോദയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോകണത് ഒരു 7 മണിയായി. എന്നാലും അധികം സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും കണ്ട് പ്രത്യേക ഭംഗിയാണ്. കാലത്തായാലും പിന്നെ രാത്രിയും ദുബായ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടിയും ആ ഭംഗി കാണിച്ചു തരാം. ഇത് നമ്മുടെ പാം ജുമേറ ടണലാണ്. പാം ജുമേറയ്ക്ക് പോണ വഴിക്കുള്ള ടണൽ. ഇതും അതെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിങ്ങനെ കയറി നേരെ പോകണം. നമുക്ക് കുറച്ച് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും നമ്മുടെ ടവർ, നമ്മുടെ അഡ്രസ് ഹോട്ടലിൻ്റെ ടവറുണ്ട്. ആ ടവറിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോണത്. അത് കഴിഞ്ഞ് അറ്റ്ലാന്റിക്സ്, ശരിക്കും നമ്മൾ പോണത് റോയൽ അറ്റ്ലാന്റിക്സ് ഉണ്ട്, ആ ഭാഗത്തേക്കാണ്. ഇത് നമ്മുടെ പാം ജുമേറയ്ക്ക് എൻട്രി ചെയ്യുന്ന ബ്രിഡ്ജാണ്. അതിൽ കൂടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്താറുമ്പോൾ നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പോണത്. ഇപ്പോൾ ദ പാം ജുമേറ ആ ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് അകലെ നിന്നൊക്കെ കാണാൻ പറ്റും അഡ്രസ്സിൻ്റെ ഹോട്ടൽ. മേലെ പൂളാണ്, നമ്മൾ ഇൻഫിനിറ്റി പൂളായിട്ടുള്ളത് 360. അതാണ് ആ ദൂരെ കാണുന്ന വലിയൊരു ടവർ പോലത്തെ ബിൽഡിങ്. പിന്നെ ഇതൊക്കെ പാമ്പിൻ്റെ ഓരോ ലീഫാണ്, ഇലകളുണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കാണാൻ പോണത്. പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മുടെ ബുർജുൽ അറബ് അത് കാണാൻ പറ്റും. ഇപ്പോൾ നല്ല ഭംഗിയിലായിട്ട് ഇരിക്കുക, സൂര്യ വെളിച്ചൊക്കെ തട്ടിയിട്ട്. അതാണ്. പിന്നെ ബീച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങാറാവണുള്ളൂ. ഇതാണ് ആ ലീഫിൻ്റെ ഓരോ ഭാഗം. ഇത് എൻട്രി ബ്രിഡ്ജ്. അതിൻ്റെ ലീഫിൻ്റെ അടുത്ത് കുറേ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ സൈഡിക്കും സ്പ്രെഡായി പോണ ബിൽഡിങ്സ് ഉണ്ടാവും. ഓരോ വില്ലകളാണ് ഈ ഭാഗത്ത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഷാറൂഖ് ഖാൻ്റെ പിന്നെ അങ്ങനെ കുറച്ച് വലിയ ആൾക്കാരെ വില്ലാസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ആനന്ദ് അംബാനി, അതേപോലെ തന്നെ റൊണാൾഡോ, പിന്നെ ഷാറൂഖ് ഖാൻ, അങ്ങനെ പല ആൾക്കാരെയും വില്ലാസ് ഇവിടെ ഉണ്ട്. ആ നേരെ കാണുകയാണ് നമ്മുടെ അറ്റ്ലാന്റിക്സ്. നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്, വർക്കിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. ഇത് ഏറ്റവും എൻജോയ് വേണ്ടിയിട്ട് പാർട്ടിക്ക് അല്ലെങ്കിൽ ബീച്ചിൽ പോകാൻ വേണ്ടി പോയിട്ടില്ല, ജസ്റ്റ് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതാണ് അറ്റ്ലാന്റിക്സിൻ്റെ ഫ്രണ്ട് സൈഡ്. മീൻസ് ഇത് ഹോട്ടൽ ഏരിയ ആയിട്ട് വരും. മെയിൻ എൻട്രൻസ് വേറെ സൈഡാണ്. അത് ആക്ടിവിറ്റീസിന് പോകാൻ വേണ്ടിയിട്ട് വേറെ സൈഡാണ്. പക്ഷേ ഇത് ഹോട്ടൽ എൻട്രൻസ് ആണ്. ഇതിൽ കൂടെയാണ് നമുക്ക് ഹോട്ടൽ എൻട്രൻസ് കയറാൻ പറ്റും. ഞങ്ങൾ ഇവിടെയാണ് വർക്കിന് പക്ഷേ നമുക്ക് ഇന്ന് ഇവിടെ അല്ല, നമുക്കിന്ന് പോകേണ്ട തൊട്ടപ്പുറത്തുള്ള